അടിപൊളി. ഞങ്ങളുടെ കൊല്ലക്കാരുടെ കൊഞ്ച് കറി. കൊഞ്ച് തീയലാണ് കേട്ടോ. ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. പിന്നെ കുഞ്ഞുള്ളി സവാളയും കൂടി ഞാൻ അരിഞ്ഞ് അതും കൂടി ചേർത്ത് വഴറ്റുന്നുണ്ട്. ഇത് വഴന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നെ ചേർക്കേണ്ടതാണ് പടവലങ്ങ. പടവലങ്ങ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ വഴുതനങ്ങയും കൂടി ഇടണം. ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതൊന്ന് വഴന്ന് തുടങ്ങി കഴിയുമ്പോഴത്തേനും നമ്മൾ കുറച്ച് ഉപ്പൂടിട്ട് നല്ലതായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേന് നമ്മൾ കിഴങ്ങിട്ട് കൊടുക്കുക. കിഴങ്ങിട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ കിഴങ്ങൊന്ന് വേവാൻ വയ്ക്കും. കിഴങ്ങ് വെന്ത് തുടങ്ങുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ തക്കാളിയും കിഴങ്ങും മറ്റുള്ള ഐറ്റംസും എല്ലാം കൂടി ഒന്ന് വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കൊഞ്ച് കുട്ടനെ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകിയ കൊഞ്ച് ഇട്ട് അതിനൊപ്പം തന്നെ നമുക്ക് ഒരു മസാല കൂടി റെഡിയാക്കി ചേർക്കണം. നമ്മുടെ തേങ്ങ നല്ല രീതിയിൽ വറുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമ്മൾ ചേർത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഈ ഒരു മസാല കൂടി നമ്മളിതിനകത്തേക്ക് ഇടണം. കുറച്ച് പെരിഞ്ചീരക പൊടിയും കൂടി ഇടണം കേട്ടോ. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി.